ശിക്ഷിക്കപ്പെടരുത് എന്ന നീതിന്യായ വ്യവസ്ഥയെ മറികടന്ന് ഒരു കുറ്റവാളിയെ രക്ഷപ്പെടുത്താനായി 1000 നിരപരാധികളെ കൂട്ടക്കുരുതി കൊടുക്കുമ്പോഴും കറുത്ത മേലങ്കി അണിഞ്ഞ നീതിപീഠം നോക്കിച്ചിരിക്കുന്നത് പിച്ചക്കാരന്റെ കീശയിലെ ചീഞ്ഞു നാറിയ പച്ചനോട്ടുകൾ മാത്രം. പുഞ്ചിരി, ഹാ കുലീനമാം കള്ളം, നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം. അച്ഛോ, ആറ്റുനോറ്റ് വളർത്തിയ എന്റെ പൊന്നുമോളെ പഠിപ്പിച്ചു കെട്ടിച്ചയക്കാതെ കർത്താവിന്റെ മണവാട്ടിയാക്കാൻ മടത്തിക്കൊണ്ടാക്കിയത് തെറ്റായോ അച്ഛോ? എന്നതാ തോമാച്ച, സഹിക്കുക. കർത്താവായ ഈശോ മിശിഹ കുരിശിൽ കിടന്ന് മരിച്ചപ്പോഴേ അത് കണ്ടു നിന്ന പരിശുദ്ധ കന്യാമറിയം സഹിച്ചില്ലേ? എങ്കി ഞാനൊന്ന് ചോദിക്കട്ടായോ? ഞങ്ങളൊക്കെ തെറ്റു ചെയ്ത കുറ്റമേറ്റു പറഞ്ഞ് കുമ്പസാരിക്കുന്നത് അച്ഛനോടല്ലയോ? എന്നാ അച്ഛന്മാര് തെറ്റു ചെയ്ത ആരോടാ കുമ്പസാരിക്ക? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി പള്ളിക്കാരൻ തരുന്നത് എന്താന്ന് വെച്ചാ അതും വാങ്ങിച്ചോടെ തടങ്ങി ഒതുങ്ങി കഴിയാൻ നോക്കുവേ. ഇല്ല വക്കീലേ, എനിക്കതറിയണം. കർത്താവിനെ സാക്ഷിയാക്കി കർത്താവിന്റെ പ്രമാണങ്ങൾ ലംഘിച്ചവർ ആരൊക്കെയാണെന്ന്, അത് എന്തിനാണെന്ന്, അത് മറച്ചു പിടിക്കുന്നത് കാക്കിയാണോ അതോ ലോകയാണോ എന്ന്. ായ തമ്പുരാനെ, 47 വയസ്സിനുള്ളിൽ 47,000 കേസുകളാണല്ല ഈ തലയില്. പടച്ചവന്റെ കോടതിയിൽ ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എന്നെ തൂക്കിലേറ്റു പടച്ചവനെ. ഇത് മനുഷ്യ കോടതി, ദൈവ കോടതിയുടെ വിധി പോലും മാറ്റിമറയ്ക്കാൻ കെൽപ്പുള്ള കോടതി. 12 വർഷം ഉറ്റവരെയും ഉടയവരെയും ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെ വെറും വിചാരണ തടവുകാരനായി ജാമ്യം പോലും നൽകാതെ എന്തിനാണ് എനിക്ക് ഈ ശിക്ഷ? നിനക്ക് അധികാരമില്ലാത്തത് കൊണ്ട്. ഷേക്സ്പിയർ പറഞ്ഞത് കേട്ടിട്ടില്ലേ? പവർ പവർ ഈസ് ഗ്രേറ്റ്. ദക്ഷിണ കേരളത്തിലെ മാടമ്പിയായ എനിക്ക് ജയിൽവാസം തികച്ചും സുഖവാസമായിരുന്നു. കണ്ടില്ലേ എന്റെ ഒരു മസിൽ പവർ? കണ്ടു. പക്ഷേ പടച്ചവന്റെ കോടതിയിൽ ഒരു നാൾ കണക്ക് പറയേണ്ടി വരും, നിനക്കും എനിക്കും. യെസ് യുവർ ഓണർ, തികച്ചും നിരപരാധിയും വികലാംഗനുമായ എന്റെ കക്ഷിയെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് നിരുപാധികം വിട്ടയക്കണമെന്ന് ഈ കോടതി മുമ്പാകെ ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. പപ്പയാണോ ആ 1.5 കയ്യിന് വേണ്ടി വക്കാലത്ത് പറഞ്ഞത്? യെസ്, 1 അല്ല 12 ലക്ഷമാ എനിക്ക് കിട്ടിയ പ്രതിഫലം. 12 ലക്ഷം. നാണമില്ലേ എന്റെ പപ്പയ്ക്ക് ഇത് പറയാൻ? എന്തിനു നാണിക്കണം? ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ. പാർട്ട് ഓഫ് യുവർ പ്രൊഫഷൻ. ഛേ, നാളെ പപ്പയുടെ മോൾക്ക് ഇത് സംഭവിച്ചാലും ഇത് തന്നെ പറയും അല്ലേ? മോളെ, മോളോ, എനിക്ക് നിങ്ങളെ കാണുന്നത് പോലും മറപ്പാ. നിർത്തി, പപ്പയോടാ നിന്റെ ധിക്കാരം. തൊട്ട് പോവരുതന്നെ. നിങ്ങളുടെയൊക്കെ മകൾ എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് അഭിമാനം 1.5 കയ്യിന്റെ വെപ്പാട്ടിയാണെന്ന് പറയുന്നതാ. മതി, എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. കേരളത്തിലെ അമ്മമാരുടെ നൊമ്പരം, അവരുടെ മക്കളുടെ ആത്മരോക്ഷം. നന്മ നിറഞ്ഞവരെ മിശിഹായേ, യാ റബ്ബിൽ ആലമീനായ തമ്പുരാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്റെ മകളെ തെരുവിലിട്ട് പിച്ച് ചീതിയവരെയും അവന് വേണ്ടി മൊഴിമാറ്റിയ ഡോക്ടറിനെയും കോടതിയിൽ കള്ളസാക്ഷിയുമായി വക്കാലത്ത് പറഞ്ഞ വക്കീലിന്റെ തലയിൽ ഇടുത്തി വീഴ്ത്തലേ ഗുരുവായൂരപ്പ. ഇത് ദൈവ കോടതിയുടെ വിധി. പ്രിയമുള്ളവരെ, ഗോവിന്ദചാമി ഒരു പുരുഷനായിരിക്കാം, എന്നാൽ എല്ലാ പുരുഷന്മാരും ഗോവിന്ദചാമിമാർ